ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇൻട്രോ വോയിസിലാണ് തുടങ്ങുന്നത്. ഞാൻ മറന്നൊക്കെയാണ് ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ മദീനത്ത് പോവാണ്. അപ്പോൾ മദീനത്തുള്ള കുറേ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇറ്റ്സ് മീ മുഹമ്മദ് നിഷ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഹാൻ മീഡിയ ബോക്സ്. ഇവിടെ മറവ് ചെയ്യപ്പെട്ട ശുഹദാക്കളെ പേരുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇവിടെയാണ് ഇതൊരു യുദ്ധം നടന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണത്. അപ്പോൾ ഇത് കുറേ റിനോവേഷൻ ചെയ്ത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പം ഞങ്ങൾ വന്നിട്ടുള്ള ബസ്സാണത്. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. പിന്നെ ഇവിടെ ആണ് മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പം ഇങ്ങനൊരു സ്ഥലമാണ്. അപ്പം അങ്ങനെ കുറേ ഒരു ഫെൻസൊക്കെ ചെയ്തിട്ട് ഉള്ളിലേക്കൊന്നും അങ്ങനെ കയറാനൊന്നും പറ്റില്ല. ഒഫീഷ്യലേക്ക് കിടക്കാൻ പറ്റുള്ളൂ. ഇങ്ങനൊക്കെ ഇങ്ങനെ ഒരു മതിലൊക്കെ കെട്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഗൈസ്, ഇവിടെ ഈ കാണുന്നതാണ് മസ്ജിദുൽ ഖുബ എന്ന് പറഞ്ഞിട്ടുള്ള പള്ളി. ആൻഡ് ഇത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ്. ഇതിനെക്കുറിച്ച് കുറേ വിവരങ്ങളും കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല. എന്നാലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ കുറേ ചേഞ്ചുകളും വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം വന്നപ്പോഴൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. ഇവിടെയൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല ചേഞ്ചുകളും വരുത്തിയിട്ടുണ്ട്. അവിടെ കുറേ പാർക്കിംഗ് ആക്കിയിട്ടുണ്ട്. പാർക്കിംഗ് ഫീസ് വന്നിട്ടുണ്ട്. ഇവിടെ കുറേ പാർക്കുകൾ വന്നിട്ടുണ്ട്. കുറേ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലത്തെ കുറച്ച് വീഡിയോസ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് പള്ളിൻ്റെ ഉൾവശം. ഇങ്ങനെ ഓരോരോ കുബ്ബകളായതുകൊണ്ടാണ് ഇതിനെ കുബ്ബ മസ്ജിദ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു വൈഡ് ഏരിയ ആണ്. ഇതൊരു പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ് ഇവിടെ. ഓക്കെ, മദീന പള്ളിയിൽ ഹറമിൽ സുബഹിസ്കരിക്കണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ എത്തിയില്ല. കാരണം കുറേ ഭയങ്കര ബ്ലോക്ക്, നല്ല റോഡൊക്കെ നല്ല രീതിയിൽ വർക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ വലിയ ടൂറിസ്റ്റ് പ്ലേസ് ആവാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതായത് മാറിക്കഴിഞ്ഞു. കുറേ സംഭവങ്ങളിലൊക്കെ നമുക്ക് മാറ്റങ്ങൾ കാണാം ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അതിലേറെ എന്തൊക്കെയാണ് മാറ്റം ഈ പള്ളിക്കും വന്നിട്ടുണ്ട്, ഈ മദീനത്തേക്കും വന്നിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ പാർക്കിങ് കാര്യങ്ങളൊക്കെ അതിന് കണ്ടില്ലേ, അതിലൊക്കെ ഭയങ്കര വലിയ മാറ്റങ്ങളാണ് അവിടെ വന്നിട്ടുള്ളത്. പിന്നെ ഇൻഷാ അല്ലാഹ് ഇവിടെ സുബഹിസ്കരിച്ചിട്ട് ഇറങ്ങണം എന്നാണ് വിചാരിച്ചത്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം കൂടുക, അത്ര തന്നെ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ആ മിമ്പറൊക്കെ കണ്ടാൽ മനസ്സിലാവും. അതൊരു മാർബിളായിട്ട് ഉണ്ടാക്കിയ മിമ്പറാണ്. അതേപോലെ ഇവിടെയൊക്കെ ഏകദേശം നല്ല ഫുള്ള് മാർബിളിൻ്റെ വർക്കാണ് നടന്നിട്ടുള്ളത്. ഏകദേശം മക്കത്ത് ഉള്ള മാർബിളിൻ്റെ അതേ രൂപത്തിലുള്ള മാർബിളാണ് ഇവിടെയും കാണാൻ പറ്റുന്നത് നമുക്ക്. പിന്നെ അതുപോലെ തന്നെ ഓരോ കുബ്ബകൾ, ഇങ്ങനത്തെ ഓരോ കുബ്ബ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കുബ്ബ മസ്ജിദ് എന്ന് അറിയപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മസ്ജിദാണിത് മദീനത്തുള്ള. നിങ്ങളെ കാണുന്നതാണ്ടോ ഉഹുദ് മല എന്ന് പറയുന്നത്. ഏകദേശം 8 കിലോമീറ്റർ ദൈർഘ്യം, അതായത് ദൂരമുള്ള ഒരു മലയാണ് ഉഹുദ്. ഇവിടെയാണ് ഉഹുദ് ശുഹദാക്കളെ അടക്കിയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ബേക്കിൽ കാണുന്നതാണ് ഉഹുദ് മല. ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയായിരുന്നു അത്. അവിടെ കാണുന്ന ആ ഒരു മലയാണ് ജബൽ റുമാത്ത് എന്ന് പറയുന്നത്. ഉഹുദിലുള്ള ശുഹദാക്കൾ അവിടെ കയറി നിന്നിട്ടാണ് ഈ ചരിത്രമുണ്ട്. അവിടെ ആയിരുന്നു നിന്നീന്.
ഞാൻ ജബൽ റുമാത്തിൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. വെലുക്കിൽ കാണുന്നത് ഉഹുദ് മലയാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇത് കുറേ കാലം മുമ്പ് കാരണം കരുതി നിന്ന മലയാണിത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ജബൽ റുമാത്ത് എന്ന മലയുടെ മേലെയാണ്. ഞാൻ കുഴങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നാലാണിത് ഇങ്ങനെ. ഞാൻ പണ്ട് ചെറുപ്പത്തിൽ ഇവിടെ വന്നതായിട്ടാണ് എനിക്കൊരു ഓർമ്മ. അതുകൊണ്ടാണ് ഞാൻ കുറേ കാലമായി ഈ ഒരു മലയുടെ മേലെ കയറണം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് കയറിയപ്പോൾ നല്ല സന്തോഷമുണ്ട്. അവിടെയാണ് ഞാനിവിടെ എത്തിയിട്ടുണ്ട്. റസൂലിൻ്റെ ചായത്ത് എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇതേമാതിരി വരാൻ പറ്റട്ടെ ഇൻഷാ അല്ലാഹ്. എന്തായാലും ബാക്കിയുള്ള ചെറിയ ചെറിയ വീഡിയോസ് ഞാൻ അതിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഇതാണ് റസൂലുള്ള. ഇവിടെയാണ് മറവെട്ട് കിടക്കുന്നത്. അവിടെ ഒരു ചെറിയൊരു ജനൽ പോലെ കണ്ടില്ല. അതിൻ്റെ നേരെ താഴത്താണ് റസൂലുള്ള മറവെട്ട് കിടക്കുന്നത്. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര തിരക്കാണ്. അതുപോലെ തന്നെ ഇത് ഇവിടെ ഈ കാണുന്നത് പുതിയ മ്യൂസിയമാണ് കേട്ടോ. നിങ്ങൾക്ക് പറ്റുന്ന ആൾക്കാർക്കൊക്കെ ഇവിടെ വന്നിട്ട് ഒരു 50 റിയാൽ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റും. കുറേ കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും കേട്ടോ. ഞാൻ അപ്പോൾ അവിടെ കയറുന്നില്ല, ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല അവിടെ കയറാൻ. വരുന്ന ആൾക്കാരൊക്കെ അവിടെ കയറുക. ഓക്കെ, റൗളക്ക് ഇപ്പോൾ കുറേ റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് റൗള കിട്ടാൻ വേണ്ടിയിട്ട്. മ്യൂസിക്കിൽ നമ്മളെ ബുക്ക് ചെയ്യണം. പിന്നെ ഒരു 1 ഇയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കിട്ടൂല. 1 ഇയർ കഴിയണം അത് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ. ചില ഞാൻ അവിടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറ് പോയിട്ട് സലാം പറയാൻ പോവാണ്. ചില കയറാൻ പറ്റുമല്ലേ നോക്കട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറ് സിയാറത്ത് ചെയ്യാണ്. ഇവിടെ റൗള ഷെരീഫ് ഇപ്രാവശ്യം ഒന്നും എനിക്ക് കിട്ടൂല. ബുക്ക് ചെയ്തിട്ടില്ല, ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇൻഷാ അല്ലാഹ് ഇനി വരുമ്പോൾ നോക്കാം. ഇവിടെയാണ് റസൂലുള്ളാഹി മറവിട്ട് കിടക്കുന്നത്. റസൂലുള്ളാഹി മറവിട്ട് കിടക്കുന്നത് കേട്ടോ. ഫസ്റ്റത്തെ ഖബറ്, ഫസ്റ്റത്തെ വാതിൽ പോകുന്നത് കാണുന്നതാണ് റസൂലുള്ളാഹി. ഇവിടെ കാണുന്നത് ഇവിടെ ഇതിൻ്റെ മുമ്പ് ഒരു നല്ലൊരു മ്യൂസിയം ഒക്കെ ഉണ്ടായിരുന്നു. എന്താണ് അത് ഫ്രീ ആയിരുന്നു, ടോട്ടലി ഫ്രീ ആയിരുന്നു. അത് ഇപ്പോൾ കറൻ്റ്ലി ഓപ്പൺ അല്ല. കാരണം ഇവിടെ പൈസ കൊടുത്തിട്ട് തന്നെ ഒരു മ്യൂസിയം ഇവിടെ നിലവിലുണ്ട്. അപ്പോൾ സോ അവർ ഫ്രീ ആയിട്ടുള്ളത് ഇതാക്കില്ല. പിന്നെ ദെൻ ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ ഖബറാണ്, ഖബർ സിയാറത്ത് ചെയ്യാൻ. പിന്നെ അതുപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, പിന്നെ കുറേ ഭാര്യമാർ, മക്കൾ, പിന്നെ അതുപോലെ കുറേ കുടുംബക്കാരൊക്കെ ഇവിടെ മരണപ്പെട്ട് കിടന്നിരുന്നു. അപ്പോൾ സോ അതൊക്കെ വന്ന് കാണാം. പിന്നെ എൻ്റെ ബാക്കിൽ കാണുന്ന ഈ കോടല്ലേ, അത് ഭയങ്കര ഒരു അത്ഭുതമാണ്. കൊല്ലങ്ങൾ മുമ്പ് തന്നെ ഇത് ഇവിടെ ഉണ്ട്. അന്നൊന്നും ഞങ്ങളെ ഇടക്ക് കാണുന്നതാണ്, പക്ഷെ ആ ഒരു അത്ഭുതമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പോഴാണ് ഇതിൻ്റെ ഒരു സംഭവം കാര്യങ്ങളൊക്കെ ഭയങ്കര ഫേമസ് ആണ് ഇപ്പോൾ. കാരണം ഇതൊക്കെ ഈ ബേക്കിൽ കാണുന്ന, ഇവിടെ ഈ ബേക്കിൽ കാണുന്ന പുതിയ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. ആദ്യം ഇങ്ങനെ ചെറിയ കുടകളായിരുന്നു, ഇപ്പോൾ കുറച്ച് വലിയതാക്കിയ മാതിരി തോന്നുന്നുണ്ട് കേട്ടോ. കാരണം 1 ഇയർ ആയി. സോ അതായിരിക്കും ചിലപ്പോൾ. ഞാൻ ജസ്റ്റ് ആ മ്യൂസിയം ജസ്റ്റ് കാട്ടിത്തരാം. അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ പോകണില്ല കേട്ടോ. 50 റിയാൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ 305 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഗേറ്റിൻ്റെ അവിടെ നിന്ന് നേരെ ഇങ്ങനെ പോവാം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ ഖബറ്. അതിന് നേരെ ബേക്കിൽ 305. ദെൻ ഇവിടെ ഇതാണ് ഇതാണ് മ്യൂസിയം.
ഇതാണ് മ്യൂസിയം. പറ്റുന്ന ആൾക്കാർക്ക് വരാൻ. ഓക്കെ, മ്യൂസിയം ഇപ്പോൾ കറൻ്റ്ലി ക്ലോസ്ഡ് ആണ് തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ അവിടെ ആരും കാണാനൊന്നുമില്ല. ഇത് അറിയാത്തതുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ. പിന്നെ ഇതാണ് ശരിക്കും ഇതിൻ്റെ ഒരു എൻട്രൻസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാട്ടിത്തരാം. ഈ 307 ആയിക്കൂടി പറയട്ടെ, 305 തന്നെ ആവണമെന്നൊന്നുമില്ല. ഇത് കറക്റ്റ്ലി ഇതാണ് മ്യൂസിയം. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ട്, ഇതാണ് മ്യൂസിയം. വരുന്ന ആൾക്കാർ വരിക, 50 റിയാൽ കൊടുക്കണം. അത് കൊടുക്കാൻ ഇപ്പോൾ പറ്റുന്നില്ല, പറ്റാത്തതുകൊണ്ടൊന്നല്ല, ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇൻഫോം ചെയ്യാൻ തന്നെ ഉള്ളൂ. ഓക്കെ, എനിക്ക് തോന്നുന്നു ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഇത് ഭയങ്കര ക്ലോസ്ഡ് ആണ് സത്യത്തിൽ. ഇവിടെ ഇപ്പം എന്താണ് അവസ്ഥ എന്നറിയില്ല. ക്ലോസ്ഡ് അല്ല കേട്ടോ ഗൈസ്, ഇവിടെ ഉണ്ട്. സംഭവം ക്ലോസ്ഡ് ഒന്നല്ല, ഇവിടെ ഓപ്പൺ ആണ്. ടിക്കറ്റ് എടുത്ത് കയറണം. പിന്നെ പറ്റണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരിക. ഓക്കെ, 50 റിയാലാണ് ടിക്കറ്റ്. ഞാൻ അതിനുള്ളിൽ കയറിയിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യുക. ഇവിടെ ഇങ്ങനെ ഒരു മ്യൂസിയം ഉണ്ടെന്ന് അറിയിക്കുക. കുറേ സംഭവങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ ആക്ച്വലി നമ്മളെ പള്ളിൻ്റെ ഉള്ളിലൊരു സംഭവം ഉണ്ടായിരുന്നു പണ്ട്. എനിക്കിങ്ങനെ വന്ന മാതിരി എനിക്കിങ്ങനെ ഒരു ചെറിയൊരു ഓർമ്മ ഉണ്ട്. പിന്നെ അതുപോലെ ഫ്രീ ആയിട്ടൊരു മ്യൂസിയം ഇവിടെ ഉണ്ടായിരുന്നു. ആക്ച്വലി ഫ്രീ ആയിട്ട് കാണാൻ പറ്റിയൊരു മ്യൂസിയം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ക്ലോസ്ഡ് ആണെന്ന് പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് ക്ലോസ് ആയതെന്ന് വെച്ചറിയില്ല കേട്ടോ. ചിലപ്പോൾ അങ്ങനത്തെ ഇവിടെ ഒന്ന് വന്നുകൊണ്ടായിരിക്കും, അതും അറിയില്ല. പിന്നെ ഇവിടെ ഇപ്പോൾ കുറേ ഹാജിമാരും കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് അത്യാവശ്യം നല്ല തിരക്കുണ്ട് സമയം. അപ്പോൾ ഇവിടെ റൗദൊക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ന്യൂസൊക്കെ ഡൗൺലോഡ് ചെയ്യണം, അതൊക്കെ ചെയ്യണം. ഞാനിവിടെ വന്നപ്പോൾ ഇൻഷാല്ലാ ഞാൻ ജന്നത്തുൽ ബക്കിയയിൽ വന്നിട്ട് കുറേ വീഡിയോസൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ അതൊന്നും നടന്നില്ല. കാരണം കുറച്ച് ലേറ്റായി പോയി. കാരണം റോഡ് പണി കാര്യങ്ങളൊക്കെ ആയിട്ട്, കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ കുറേ ലേറ്റായി. പിന്നെ അതിന് ഞാൻ അവിടെ നിങ്ങൾക്കറിയാൻ കണ്ടിട്ടുണ്ടാവും, ഞാൻ കുബ്ബ മസ്ജിദിലാണ് സുബഹിസ്കരിച്ചത്. അവിടെ നല്ല പുണ്യമായിട്ടുള്ള സ്ഥലമാണ്. ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ ആയിരിക്കണം. പള്ളീൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ പറ്റില്ല എന്നുള്ളൂ. പുറത്തുള്ള ആൾക്കാർക്കൊക്കെ, ഇപ്പോൾ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യൻസിനും ഈ മുസ്ലിം അല്ലാത്ത ആൾക്കാർക്കൊക്കെ ഇവിടെ പുറത്ത് വന്നിട്ടും ഈ മ്യൂസിയം കാര്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാം, കാണാം. ഇതൊക്കെ നല്ലൊരു എക്സ്പ്ലോറിങ് ചെയ്യാൻ പറ്റിയൊരു സംഭവങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് അതേപോലെ തന്നെ പള്ളിക്ക് കയറാൻ പറ്റില്ല എന്നുള്ളൂ, ബാക്കിയൊക്കെ ചെയ്യാം. ഓക്കെ, ഇൻഷാല്ലാ ഞാൻ പള്ളിക്ക് കിടക്കണം. പള്ളി ഇവിടെ വന്നിട്ട് ഇപ്പോൾ പള്ളീൻ്റെ ഉള്ളിലേക്ക് പോയിട്ടില്ല. ഞാൻ അവിടെ വന്നിട്ട് കുറച്ച് നേരം ഓതിയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ഇൻഷാല്ലാ എല്ലാവർക്കും ഇങ്ങോട്ട് വരാൻ പറ്റട്ടെ. ഞാൻ പള്ളീൻ്റെ ഉള്ളിലത്തെ കുറച്ച് ചെറിയ വിഷ്വൽസൊക്കെ ഞാൻ അതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറേ കാര്യങ്ങളൊന്നും അങ്ങനെ കുത്തിക്കൊള്ളിച്ച് കുറേ കാര്യങ്ങൾ ഇടുന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ചെറിയ വീഡിയോസാണ് മാക്സിമം ഇടാറുള്ളത്. അപ്പോൾ ഇന്നും ചെറിയൊരു വീഡിയോ ആയിരിക്കും. ഫുള്ള് കാണാം. നല്ല ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ അത്ര തന്നെ നിങ്ങൾക്കും ഇതേപോലെ പള്ളിയിലൊക്കെ ഇങ്ങനെ മദീനത്തൊക്കെ വന്നിട്ട് റസൂലിനെ സിയാറത്ത് ചെയ്യാനും ഖബർ സിയാറത്ത് ചെയ്യാനും ഇവിടെ വന്നിട്ട് ക്രൂസലാത്തൊക്കെ ചൊല്ലിയിരിക്കാനൊക്കെ പഠിച്ചോം ആയസും പിന്നെ ആഫിയത്തൊക്കെ തരട്ടെ. പിന്നെ ഇതാണ് പള്ളിൻ്റെ ഉൾവശട്ടോ. ഈ പള്ളി അന്നൊക്കെ ഒരേ മാതിരിയാണ്. പുതിയ കൺസ്ട്രക്ഷൻ വരുന്നതെന്നുണ്ടെങ്കിലും വലിയൊരു മാറ്റങ്ങളൊന്നും കാണുന്നില്ല കാഴ്ചയിൽ. പിന്നെ രാവിലെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല രസമാണ്. രാവിലെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല രസമാണ്. രാത്രിയാണെന്നുണ്ടെങ്കിൽ നല്ല രസമാണ്. ഇവിടെ ഒരു ചെറിയ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു ചെറിയൊരു തണുപ്പുണ്ടാവും, പള്ളീൻ്റെ ഉള്ളിലാണെങ്കിലും പുറത്താണെന്നുണ്ടെങ്കിലൊക്കെ. അപ്പോൾ ചില ആൾക്കാർക്ക് പെട്ടെന്ന് ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു ചുണ്ട് പൊട്ടണ ഒരു പരിപാടിയുണ്ട്. ചുണ്ട് പൊട്ടും, നീറും, വേദനയൊക്കെ ചെയ്യും. അപ്പോൾ ചെറിയൊരു ടിപ്പ് പറഞ്ഞ കാരണം, നിങ്ങൾ ലബനും അതും തേച്ചിട്ട് ചുണ്ട് കേടെടുത്താൽ നിൽക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, മാസ്ക് ഇട്ടാൽ മതി. ചെറിയ മാസ്ക് ഇട്ടാൽ തന്നെ പരിപാടി തീരുമാനമാവും. അപ്പോൾ നിങ്ങളത് ചെയ്യാം. ഞാൻ ഇവിടെ പള്ളിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. ഓക്കെ, ഞാൻ ചെറിയ വിഷ്വൽസ് ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ പള്ളിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റിയ മെയിനായിട്ടുള്ള പരിപാടി സംഭവം ഇങ്ങനത്തെ ഓരോ ചെരുപ്പ് വെക്കാനുള്ളൊരു സംഭവങ്ങളാണ്. ഇത് 481 നമ്പർ. പിന്നെ അതുപോലത്തെ സംഭവങ്ങൾ കാണും. പിന്നെ ഖുർആൻ വെച്ചിട്ടുള്ള ഇങ്ങനത്തെ ഒരു തൂണ്, അത് മെയിനാണ് ഇവിടെ.
എല്ലായിടത്തും കാണാൻ പറ്റും. പിന്നെ ഇതിലാണ് AC, ഇങ്ങനെയാണ് AC ഒക്കെ ഉള്ളത് കേട്ടോ. പിന്നെ ഇവിടെ കുറേ പണിക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ കുറേ ആൾക്കാർ അവിടെ ഇരിക്കണുണ്ടോ, റൗള കിട്ടാത്ത ആൾക്കാർ അവിടെ ഇരിക്കും, കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നിട്ട് ഓതൊക്കെ ചെയ്യും കേട്ടോ. അതാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ഈ മരത്തിൻ്റെ അപ്പുറത്ത് ഗേൾസാണ് അപ്പുറം ഇവിടെ ആണുങ്ങൾക്ക് പോകണം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റിയത് ഈ ഒരു സംസം വെള്ളം വെച്ചിട്ടുള്ള മക്കത്ത് ഉള്ള അതേ സിസ്റ്റം തന്നെയാണ്. ഇങ്ങനെ കുറച്ച് സംഭവം ഉണ്ടാവും. നമുക്ക് സംസം കുടിക്കാം, വിശ്രമത്തിൽ കിടക്കാം, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇവിടെ ഇതിനകത്തും ഇതേപോലെ ഉണ്ട് കേട്ടോ. ഇത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ താനെ അടയും, ഇവിടെ എങ്ങനെ ആവും. പിന്നെ വേറൊരു സംഭവം കൂടി ഇതിൻ്റെ ഉള്ളിലുണ്ട്. വേറൊരു സംഭവമാണ്. ഫൈനലി ഞാനത് കണ്ടുപിടിച്ചിട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു സംഭവമുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. അത് ഞാൻ ജസ്റ്റ് ഒരു കാട്ടി തരാം എന്താണ് സംഭവം എന്നുള്ളത് കേട്ടോ. ചെരുപ്പ് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ വെച്ചതാണ്. ഓക്കെ, ഞാൻ കാട്ടിത്തരാം എന്താണെന്നുള്ളത്. ഇത് പള്ളിൻ്റെ ഉൾവശമാണ് കേട്ടോ. പള്ളിൻ്റെ ഉൾവശമാണത്. പിന്നെ ഇവിടെ കണ്ടത് ഈ ഒരു സംഭവം, ഈ ഒരു നല്ല രസമുള്ളത് കാണാൻ. രസമുള്ളതല്ല, പക്ഷെ ആക്ച്വലി ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഉള്ളിലേക്ക് പോകും കേട്ടോ. ഇത് ഇവിടുന്ന് മാറി പോകും. അപ്പോൾ ഇവിടെ ഫുള്ള് സ്കൈ കാണാം കേട്ടോ, ആകാശമൊക്കെ കാണാം. ഇതിങ്ങനെ ഇവിടുന്ന് ഒഴിവായി പോവും. പിന്നെ അതുപോലെ തന്നെ അവിടെ ഉണ്ട് അങ്ങനെ ഒരു സംഭവം. ഇത് ഇവിടുന്ന് ഒഴിഞ്ഞ് പോവും, മാറിപ്പോവും. നേരത്തെ പറഞ്ഞില്ലേ ഇത് തുറക്കുമെന്നുള്ളത്. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഒരാളോട് ചോദിച്ചു നോക്കി ഇത് എപ്പോഴാണ് തുറക്കുക, ഇങ്ങനെ ഓപ്പൺ ചെയ്യലെന്നൊക്കെ. അപ്പം എന്നോട് പറഞ്ഞു അവിടെ നിസ്കാരം സമയമാകുമ്പോൾ ഇത് ഓപ്പൺ ആവുമെന്നത് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തു എന്നുള്ളൂ. ഇങ്ങനെയാണ് അത് ഓപ്പൺ ആക്കുന്നത് കേട്ടോ. ഭയങ്കര നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. ഈ നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അത് ക്ലോസ് ആക്കുകയും ചെയ്യും. അതും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. തൂണുകളിങ്ങനെ പില്ലേഴ്സുകളിങ്ങനെ കാണട്ടോ, നല്ല രസമാണ് അത് കാണാൻ. പിന്നെ അതേമാതിരി കുറേ ആൾക്കാർ ഇങ്ങനെ ഇബാദത്തിൽ ഇങ്ങനെ മുഴുകിയിരിക്കണമെന്നും കാണാം. നല്ല രസമാണ് സംഭവം കാണാൻ, മനസ്സിന് നല്ലൊരു കുളിർമയാണ്. പിന്നെ എല്ലാ ടൈമിലും നല്ല AC ഒക്കെ ഇട്ട് ഇങ്ങനെ നല്ല തണുപ്പിച്ച് ഇങ്ങനെ നിൽക്കും. ചില ആൾക്കാരുടെ ചുണ്ടൊക്കെ പൊട്ടും. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനൊരു ചെറിയൊരു ടിപ്സ്. അപ്പോൾ ഫുള്ള് കാണാം കേട്ടോ, കുറേ കാര്യങ്ങൾ ഞാൻ അതിൽ പറയുന്നുണ്ട്. ഓക്കെ. ഈ മദീന യൂണിവേഴ്സിറ്റി നാട്ടിൽ നിന്ന് കുറേ ആൾക്കാർ ഇവിടെ വന്ന് പഠിക്കണുണ്ട്. അപ്പോൾ മദീന യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ട് പഠിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇവിടെ കണ്ടു ഒരു ചെറിയൊരു ചെയറ്. അപ്പോൾ അതിലിങ്ങനെ പോലെ ഉസ്താദന്മാരും അതുപോലെ ടീച്ചർമാരൊക്കെ വന്നിട്ട് ഇവിടെ ഖുർആൻ പഠിപ്പിക്കും. പിന്നെ അതേപോലെ തന്നെ ഒരു സ്ഥലം മഗ്‌രിബൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കുട്ടികൾ, ചെറിയ കുട്ടികളും വലിയ ആൾക്കാരൊക്കെ വന്നിട്ട് ഇവിടെ ഖുർആൻ ഓതി പഠിപ്പിക്കും. പണ്ട് കുറേ മുമ്പ് ചെറിയൊരു അനുഭവം ഉണ്ടായിരുന്നു. ഇന്നെ ഒരു മോലേര് വിളിച്ച് വന്നിട്ട് ഇങ്ങോട്ട് ഇരിക്കാൻ പറഞ്ഞ് കുറച്ച് നേരം ഓതിപ്പിച്ചിട്ടൊക്കെ എന്നെ വിട്ട് കേട്ടോ. ഞാൻ പിന്നെ മദർസിലൊക്കെ പോകേണ്ട വലിയ പ്രശ്നമല്ല, ഓതാന്ന് അറിയുന്നു. അപ്പോൾ അങ്ങനെ ഓതിയിട്ടൊക്കെയാണ് പോയിരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ കുറേ നല്ല നല്ല കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റും. ചെറിയ കുട്ടികളൊക്കെ വന്നിട്ട് ഖുർആനൊക്കെ പഠിക്കൂട്ടോ അവിടെ. അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെ ഓരോ കുറച്ച് വലിയൊരു കസാല ഇങ്ങനെ ആയിട്ട് കാണും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ മഗ്‌രിബ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് കാരക്കയും പിന്നെ അതുപോലെ ഒരു ചെറിയൊരു ബെന്നൊക്കെ കൊടുന്നു കൊടുക്കും കേട്ടോ. അതൊക്കെ ഭയങ്കര രസമാണ് ഇവിടെ രാത്രിയാകുമ്പോൾ. മക്കത്ത് പോകണില്ലാതെ മദീനത്ത് പോകണം ഭയങ്കര രസമാണ്. കാരണം നല്ല രസമാണ് കാണാനൊക്കെ, നല്ല റിലാക്സേഷനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഞാൻ ജസ്റ്റ് ആ ഒരു ചെയർ ഞാൻ ജസ്റ്റ് ഒന്ന് കാട്ടി തരാം കേട്ടോ.
ഒന്നുകൂടി ഗൈസ്. ഇവിടെ കുറച്ചൊരു ഗ്യാപ്പ് നിങ്ങൾ കാണുന്നില്ല, എല്ലായിടത്തും കുറേ പില്ലേഴ്സ് ഉണ്ടായിട്ട് ഇവിടെ കുറച്ചൊരു ഗ്യാപ്പ്. അത് എന്തുകൊണ്ടാണ് അറിയോ? ആ കസാലേൻ്റെ ആ ചെയറിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ സോ ഇവിടെ അതുപോലെ ഉസ്താദോ ടീച്ചർമാരൊക്കെ അവിടെ നിന്നിട്ട് പഠിപ്പിക്കും. എന്നിട്ട് ഇവിടെ കുറച്ച് ഗ്യാപ്പുണ്ട്, അവിടെ ആൾക്കാർ ഇങ്ങനെ ഇരിക്കും. അതാണ് പരിപാടി. മനസ്സിലായി. ഈ മദീനത്തെ കുറിച്ച് പറയുമ്പോൾ ഓരോ തൂണിനെ കുറിച്ച് പറയാൻ തുടങ്ങേണ്ടി വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു ഉദാഹരണം പറയാട്ടോ. ഇപ്പം എൻ്റെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ തൂണ് കണ്ടോ, ഈ തൂണ്, അതിനെക്കുറിച്ച് ജസ്റ്റ് ഞാനൊന്ന് പറയാം. അതിൻ്റെ പ്രത്യേകതകളൊക്കെ എന്തൊക്കെയാണെന്നില്ല. ഈ ഒരു തൂണാണ് ഞങ്ങൾ ഇവിടെ ഈ ഹോളൊക്കെ കാണുന്ന AC വർക്ക് ചെയ്യുന്ന സംഭവം കേട്ടോ. പിന്നെ ദെൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, ഇതൊക്കെ ലൈറ്റുകളാണ്. ഇതിൽ എന്താണ് സൗണ്ട് ബോക്സുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാനിത് മൂവി എന്ന് പറഞ്ഞില്ലേ, ഈ റൂഫ്, എൻ്റെ ഫുൾ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ മൂവി എന്നുള്ളത്. ഈ ഒരു റൂഫ് മൂവി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഈ ഒരൊറ്റ തൂണുമ്മലാണ്, പില്ലർമ്മലാണ് പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ആക്ച്വലി ഞാനത് പറഞ്ഞത് ഒരു തൂണുമെന്ന് തുടങ്ങേണ്ടി വരും മദീനത്തെ കാര്യങ്ങൾ പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ. ഞാൻ ജന്നത്തുൽ ബക്കിയിലാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ജന്നത്തുൽ ബക്കിയ എന്ന് പറഞ്ഞിട്ടുള്ള ഖബർസ്ഥാൻ. ഇപ്പോൾ പണ്ടത്തെ ഖബർസ്ഥാനും ഇപ്പോഴത്തെ ഖബർസ്ഥാനും ഇപ്പോഴത്തെ ജന്നത്തുൽ ബക്കിയും നല്ല എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. കുറേ ആൾക്കാർ, പുതിയ ആൾക്കാർ ഇവിടെ വന്ന് ഖബർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ വിശിഷ്ട വ്യക്തികൾ, അതായത് പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ കുറച്ച് സ്ഥലത്ത് മാറ്റി വെച്ചിട്ട് ഖബർ അടക്കിയത് കാണാൻ പറ്റും ഇവിടെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുബൈക്ക് എനിക്ക് കാണാൻ പറ്റില്ല എന്നുള്ളത്. ഭാഗ്യം കൊണ്ട് എനിക്ക് അസർ കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റിയിട്ടോ. അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മദീനത്തെ വിശേഷം ഇതൊക്കെ തന്നെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് 4:30 ഇവിടുന്ന് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട്. നിസ്കരിച്ച് അസർ ഒക്കെ നിസ്കരിച്ച് ഇവിടുന്ന് പോകും. ഇൻഷാ അല്ലാഹ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും, എന്താണ് ബെല്ലൈക്കണൊക്കെ അമർത്തിട്ടോ. പണ്ടത്തെ ആൾക്കാർ പറയണ പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക.